ഷാഫി ചാലിയം, ഇത് മതപ്രശ്നമാണ്, മതത്തിൻ്റെ പ്രശ്നമാണ്, മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമല്ല. ഷാഫി ചാലിയം, ഞാൻ കുറേ വീഡിയോസ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, താങ്കളത് കണ്ടു കാണും. അതൊന്നും ഈ ദൃശ്യമാധ്യമത്തിലൂടെ കാണിക്കാൻ കൊള്ളില്ല. അതുകൊണ്ടാണ് താങ്കളുടെ ശ്രദ്ധയിലേക്ക് അയച്ചത്. ഇനി എന്തെങ്കിലും തെളിവുകൾ വേണമെങ്കിൽ ഞാൻ ഇനിയും തെളിവുകൾ അയക്കാൻ തയ്യാറാണ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ചർച്ചയിൽ നിങ്ങളോട് പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾ ആദ്യം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇത്രയധികം ഞാനതാ പറഞ്ഞേ, നമ്മുടെ രാഷ്ട്രശില്പികളായ, നമ്മുടെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ തെമ്മാടി രാഷ്ട്രം എന്നാണ് ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത്. ഇസ്രായേലിൻ്റെ മാതിരി ഇത്ര വ്യാജ നിർമ്മിതി ആരായിരുന്നു? ഇപ്പം നിങ്ങൾ ഈ കാണിച്ചൊരു വീഡിയോ ഉണ്ടല്ലോ, കഴുത്ത് അള്ളാഹു അക്ബർ എന്നാണ് ഇറക്കുന്നത്. ആ വീഡിയോ ആണ് ആർക്ക് അയച്ചു കൊടുത്തത്? ഇതാ ഞാനിപ്പോൾ തിരഞ്ഞെടുത്തു. CNN ലേഖിക അമേരിക്കൻ വംശീയായ സാറാ സിറ്റ്നറിന് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ അയച്ചു കൊടുത്ത വീഡിയോയിൽ ഒന്നാണ് നിങ്ങൾ എനിക്ക് അയച്ചു തന്നത്. അപ്പം അതിൻ്റെ തെളിവുകൾ ചോദിച്ചു. തെളിവ് തരാം എന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് CNN ഇത് കൊടുത്തു. ഇതാണ് ജോ ബൈഡൻ ഷെയർ ചെയ്തത്. പിറ്റേ ദിവസമാണ് ഇത് വ്യാജ നിർമ്മിതിയാണ്, ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ സാറാ സിറ്റ്നർ വളരെ കൃത്യമായി പറഞ്ഞു, എന്നെ പറ്റിച്ചതാണ്, എന്നെ വഞ്ചിച്ചതാണ്, ഇത് കളവാണ്. കേക്ക് അല്ല, അത് മൊത്തം നിങ്ങൾ വേറെ ഇപ്പൊ ഹമാസ് കൊണ്ടുപോയി പിടിച്ച് ബന്ദികളാക്കിയ കുറെ എണ്ണം അല്ല ചിരിക്കല്ലേ, ഇതെന്താ കൊള്ളക്കാരെ പോലെ പൊട്ടിച്ചിരിക്കണേ? ഹമാസ് ബന്ദികളാക്കി വെച്ചവരെ കുറെ വിട്ടല്ലൊപ്പം. ആ വിട്ട ബന്ദികൾ പറഞ്ഞു ഹമാസരെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? ചുംബനം കൊടുത്തിട്ടാണ് ആ ബന്ദികൾ പോരുന്നത്. അവിടുത്തെ ഹിബ്രു ഭാഷയിൽ അവർ പറഞ്ഞു, ഞങ്ങളെ സഹോദരന്മാരെ ഞങ്ങളെ പോറ്റി, ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തന്നു, ദിവസവും ഞങ്ങളെ ഡോക്ടർ വന്ന് പരിശോധിക്കും, നഴ്സുമാരുടെ പരിഗണന, സന്തോഷമായിരുന്നു, കരഞ്ഞുകൊണ്ടാ വിരിഞ്ഞത് ആ ബന്ദികൾക്ക് കൊടുത്തത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഹമാസിന്റെ ആൾ 67,000 വരുന്ന കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത്. ഈ കൊല്ലപ്പെട്ട ബോഡി കുളിപ്പിക്കുക പോലും ചെയ്യുന്നില്ല, കാരണം രക്തസാക്ഷികളുടെ ബോഡി കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ബന്ദികളായ ആളുകൾ മരണപ്പെട്ടപ്പോൾ ആ ബന്ദികളെ ബോഡി ഹമാസ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ആ മൃതദേഹത്തോട് പോലും ആ ഒരു ആദരവ് കാണിക്കുകയാണ്. എന്തിനാ അവരൊക്കെ ആവശ്യം? ബന്ദികൾ മരണപ്പെട്ട് അവിടെ കിടന്നോട്ടെന്ന് വിചാരിച്ചാൽ പോരെ? കാരണം ഇസ്രായേലിലെ നിയമമുണ്ട്. ആ നിയമപ്രകാരം ഈ ബോഡി കിട്ടണം, അത് നിർബന്ധമാണ്. അവരുടെ സഹോദരങ്ങളുടെ ബോഡി മറവ് പോലും ചെയ്യുന്നില്ല, സംരക്ഷിക്കുന്നില്ല. ഇത്രയധികം കരണ്ടും വെള്ളവും വെളിച്ചവും എല്ലാം ഒരു രാജ്യത്ത് അല്ല കേക്ക്, ഒരു രാജ്യത്ത് ബന്ദികളുടെ മൃതദേഹം പോലും സൂക്ഷിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട് ഈ സോളിഡാരിറ്റി സെലക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നേരത്തെ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചല്ലോ. കാർഗിൽ പോരാടിയ നമ്മുടെ ധീരരായിട്ടുള്ള ഇന്ത്യൻ സൈനിക, അവർക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? മാത്രമല്ല, കാശ്മീർ പണ്ഡിറ്റുകൾ, അവർക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? അവിടെയാണ് ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമല്ല, മതത്തിന്റെ പ്രശ്നമാണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഒരു 20 മിനിറ്റ് നേരം മറ്റേ ഗുരുമൂർത്തി എന്ന പാനലിസ്റ്റ് ഇവിടെ സംസാരിച്ചല്ലോ. അത് ഏതൊക്കെ വഴിക്ക് പോയി, കാശ്മീരിൽ പോയി, അവിടെ പോയി, മലപ്പുറത്ത് വന്ന് ഇവിടെ പൂക്കോട്ടൂരൊക്കെ തിരിഞ്ഞ് കളിച്ച് അല്ലേ, എന്തെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഖുർആന്റെ വിമർശനം, വിശുദ്ധ ഖുർആനിലെ ആളെ ജൂതനെയും ക്രിസ്ത്യനെയും കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ കാലത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ അപ്പുറത്ത് ഒരു സ്ത്രീ ഇരിക്കണ്ടല്ലോ, ഖുർആനെ കുറിച്ചിട്ട് ഈ ഗുരുമൂർത്തിൻ്റെ അഭിപ്രായമാണോ നമ്മളെ ഡോക്ടർ നുസ്രത്ത് ജഹാൻ എന്ന് എനിക്കറിയില്ല. കാരണം പിന്നെ ഖുർആനിലെ ഓരോ ആയത്തുകളും ഓരോ സന്ദർഭങ്ങളിൽ ഇറങ്ങിയതാണ്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ സന്ദർഭത്തിനാണ് അത് അനുയോജ്യം. കാരണം നമുക്കറിയല്ലോ, മക്കയിലായിരുന്നു പ്രവാചകൻ ജീവിച്ചത്. മക്കയിൽ പ്രവാചകനെ വേട്ടയാടി കൊല്ലാൻ ശ്രമിച്ചു, പല ഗുഹകളിൽ ഒളിച്ചു നിന്നു. പലപ്പോഴും മാലാഖ വഴി, ജിബ്രീൽ എന്ന മാലാഖ വഴി അള്ളാഹുവിനോട്, ദൈവത്തോട് മുഹമ്മദ് എന്ന പ്രവാചകൻ ചോദിക്കുമായിരുന്നു, എന്നെ ആക്രമിക്കുന്നു, എന്നെ വിടാതെ പിടിക്കും, ഞാൻ എന്ത് ചെയ്യണം? രക്ഷപ്പെടാൻ പറയുന്നു. അവിടെ പോയി ഒളിക്കുന്നു പറഞ്ഞു, ഇവിടെ പോയി ഒളിക്കുന്നു പറഞ്ഞു, നിക്കക്കല്ലില്ലാതെ അല്ല. ഈ ഗുരുമൂർത്തി ഇത്ര പറഞ്ഞപ്പോൾ ഉണ്ടാവുത്തരുന്നല്ല നിങ്ങൾ. അപ്പൊ ഖുർആനെ കുറിച്ച് ഇങ്ങനെ ഒരു വിമർശനം വന്നാൽ എനിക്ക് പറയാനുള്ളത് എന്താ? ഞാനൊരു ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു മുസൽമാനാ. എനിക്കതിന് മറുപടി വരാൻ അവസരം തരില്ലെങ്കിൽ അത് പ്രേക്ഷകരറിയും. എല്ലാം ഉമ്മാടി ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇവിടെ പലസ്തീന വിഷയം ഖുർആനാണ്ട് മാറ്റി വെക്കുന്നത് പറയണം ആ ഗുരുമൂർത്തിനോട്. അയാൾ ഇത്ര പറഞ്ഞ അവസ്ഥക്ക് നിങ്ങൾ
എനിക്കതിന് മറുപടി തരാൻ നിങ്ങൾ ബാധ്യസ്ഥ അല്ല, സമയം തരാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് വേണം മൈക്ക് ഓഫ് ആക്കിയാൽ പോകാം. പക്ഷെ ഞാനത് പറയും. ഞാൻ വളരെ അല്ല, ഗുരുമൂർത്തി പറഞ്ഞ ഈ കാര്യത്തിൽ മറുപടി കൊടുക്കേണ്ട ബാധ്യത തുടങ്ങിയത് ഞാൻ പറയ എല്ലാത്തിനും നിങ്ങളെ എല്ലാം നിങ്ങളിപ്പോ അവതാരകനടക്കം നിങ്ങൾ 3 ആളും 4 പേര് ഞാൻ എന്താണ് ഞാൻ ഇവിടെ യുദ്ധം ചെയ്യുന്നത് അത് മനസ്സിലാക്കണം നിങ്ങൾ. ഞാൻ ഈ ഖുർആനെ കുറിച്ച് ഇയാളെ പറഞ്ഞ കാര്യം വളരെ വേഗത്തിൽ 2 മിനിറ്റോട് ഞാൻ മറുപടി പറയട്ടെ, അതൊന്നും നിങ്ങൾ കേൾക്കൂ. ഞാൻ പറഞ്ഞല്ലോ മക്കത്ത് നിന്ന് നിക്കക്കള്ളില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ മദീനയിലേക്ക് രക്ഷപ്പെടാൻ പറഞ്ഞു, ഹിജറ പോകാൻ പറഞ്ഞു. ഓരോ ഘട്ടത്തിലും ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് മദീനയിൽ വെച്ച് 1000 പേരടങ്ങും അല്ല എന്താണ് 10000 പേരടങ്ങുന്ന ഒരു സേന മുഹമ്മദിനെ കൊല്ലാനായി വരുന്നു. അതാണ് യുദ്ധം, ബദർ യുദ്ധം. ആ ഘട്ടത്തിലാണ് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്നത്, എന്ത് ചെയ്യാം, എനിക്ക് ഇനി രക്ഷയില്ല, ഇനി ഒളിക്കാൻ സ്ഥലമില്ല, 10000 പേര് ഇതാ വരുന്നു. അപ്പോഴാണ് ദൈവം എന്ത് ചെയ്യണത്, അതുവരെ രക്ഷപ്പെടാൻ പറഞ്ഞ ദൈവം ശരി നിന്റെ കയ്യിൽ എത്ര പേരുണ്ട് ചോദിച്ചു. ചുരുങ്ങിയത് 1000 പേര് വരുന്ന 10000 അപ്പുറത്ത്. ശരി, ആ 1000മായി 10000നെ നേരിടുക, അതാണ് ബദർ യുദ്ധം. ആ ഘട്ടത്തിൽ പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് യുദ്ധം ചെയ്ത് പരിചയമില്ല, യുദ്ധത്തിൽ എന്തൊക്കെയാണ് സമീപനിരിക്കേണ്ടത് എന്നത് ചോദിച്ചപ്പോൾ ഖുറാനിലെ ഓരോ ആയത്തായിട്ട് ഇറങ്ങി. സ്ത്രീകളെ ഒന്നും ചെയ്യാൻ പാടില്ല, കുട്ടികളെ ഒന്നും ചെയ്യാൻ പാടില്ല. ഖുറാൻ മുഹമ്മദിനെയും ശത്രുക്കളെയും വിശ്വാസികളും അവിശ്വാസികളും എന്ന രീതിയിലാണ് വിളിച്ചത്. അവിടെ ഹിന്ദുക്കളൊന്നുമില്ല. ഇവിടെ ഈ സൗദി അറേബ്യയിൽ അവിടെ ഈ ഇസ്ലാം സ്വീകരിച്ചവരെ വിശ്വാസികളായിട്ടും സ്വീകരിക്കാത്ത ഖുറൈശി പടയെ അവിശ്വാസികൾ എന്ന് വിളിച്ചു. എല്ലാ ക്രിസ്ത്യാനികൾ ജൂതകളൊന്നല്ല. എന്നിട്ട് യുദ്ധ നിയമം എന്താണ്, ആദ്യം അരന്റെ കീപ്പട്ട് വെട്ടണം, അവിശ്വാസികളെ കണ്ടാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ആ അവിശ്വാസികൾ ഖുറൈശി കൂട്ടമാണ്, അറബികളാണ്, റസൂലിനെ കൊല്ലാൻ വന്നവരാണ്. അതെടുത്തിട്ട് ആ അവിശ്വാസികൾ ഇവിടുത്തെ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് എത്ര കാലമായി ഈ ഗുരുമൂർത്തി ഈ പച്ച തോന്നിയാസം വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് അതൊന്നുകൂടെ അവസാനിപ്പിക്കുക. പിന്നെ എന്താണ് പലസ്തീൻ മറ്റുള്ള കാർഗിൽ യുദ്ധം ഉണ്ടായപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എന്താ അത്ര സംശയം? പിറന്ന മണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ മുസൽമാനല്ല, പിറന്ന മണ്ണിനെ സ്നേഹിക്കാത്തവൻ എന്റെ കുലത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞത്. കാർഗിൽ പോരാളികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ സംഗമം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചതായി എന്റെ അറിവിലില്ല.